മമ്മൂട്ടി, വിശാഖ നക്ഷത്രം, ഭാഗ്യസൂക്തം, ആയുർസൂക്തം, പിന്നെ ഒരു പാൽപ്പായസം. എൻ അൻപുക്കുரிய മമ്മൂട്ടിക്ക് നാ എഴുതും 6வது കടിതം. ഇന്നലെ കത്ത് എഴുതാനിരുന്നോണ്ട് സാമ്പാർ അടിയിൽ പിടിച്ചു. ഒരാഴ്ചത്തേക്കുള്ള സാമ്പാർ ഒരുമിച്ച് ഉണ്ടാക്കാൻ നാട്ടിലുള്ള മുരിങ്ങാക്കോലും മുഴുവനും വെട്ടി അടുപ്പത്ത് വെച്ചതാ. ഒരു കണക്ക് ഇത്ര ആൾക്ക് ഇത്ര വെള്ളത്തിൽ ഇത്ര കായ്കറിക്ക് ഇത്ര മസാലക്കൂട്ട് അത് മനസ്സിലുണ്ടാവണമെങ്കിലേ ഇത് മനുഷ്യന്മാർക്ക് തിന്നാനുള്ളതാണെന്നുള്ള വിചാരം കൂടി ആദ്യം മനസ്സിൽ വേണം. മനസ്സിലായോ? ഇതാണോ ഇപ്പൊ കാര്യം? അല്ലെങ്കിൽ എന്റെ സങ്കടമൊന്നും ആർക്കും കേൾക്കണ്ടല്ലോ. ആ പൂച്ചയാണെങ്കിൽ വന്ന് കഴുകി വെച്ച പാത്രം മുഴുവനും തട്ടിയിടുകയും ചെയ്തു. ഇതിനൊക്കെ ആര് സമാധാനം പറയും? പാത്രം കഴുകുന്നതിന്റെ ബുദ്ധിമുട്ട് പൂച്ചയ്ക്ക് അറിഞ്ഞൂടല്ലോ. പൂച്ച ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ടില്ലല്ലോ. പിറന്നാളൊക്കെ ആയോണ്ടായിരിക്കും നേരം വെളുക്കുന്നവരെ നിങ്ങളെ സ്വപ്നം കാണുമായിരുന്നു. ഒരു വെള്ള ഷർട്ടും നീല ജീൻസൊക്കെ ഇട്ടിട്ട് ഏതോ ചായപ്പീടിന്ന് ചായയും പരിപ്പുവടയും വാങ്ങി തിന്നുക. എന്നെ കണ്ടിട്ട് കണ്ട ഭാവമില്ല. ഒരു പരിപ്പുവട വാങ്ങി തരേണ്ടി വരുന്ന വെച്ചിട്ടല്ലേ? അല്ല, പിറന്നാൾ അവിടം വരെ എത്തി. എന്താ നാളെ പരിപാടി? ഒരു മാസം എൻട്രി ഉണ്ടാവും അറിയാ. പക്ഷെ മഞ്ഞയും പച്ചയും ഷൂ വന്നിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടരുത്. അത് എനിക്കൊരു അബദ്ധം പറ്റിയത്. പറ്റിയത് പറ്റി. ഇനി ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണം. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ ഷൂവിന്റെ പൈസക്ക് കോഴിക്കോടങ്ങാടിയിൽ 4 സെന്റ് സ്ഥലം വാങ്ങാന്ന് സാധാരണക്കാരന് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ കത്ത് ചില കുടുംബക്കാരുടെ കണ്ണിലൊക്കെ പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോ പോക്കിരിയിലെ വടുവേലിന്റെ അവസ്ഥയാ. എങ്ങനെയൊക്കെ വേഷം മാറിയാലും ഈ ഒച്ച വെച്ച ആൾക്കാർ പൊക്കും. ഓക്ക് വേറെ ഒരു പണിയില്ലെന്ന് ചില അടക്കം പറച്ചിലുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്താന്ന് അറിഞ്ഞൂടാ. അവര് വേണ്ടാന്ന് പറയുന്ന കാര്യം പിന്നെയും പിന്നെയും ചെയ്യാൻ എന്തോ ഒരു റങ്ക. ഈ കത്തെഴുത്ത് ഞാൻ ആരണ്യകത്തിൽ അമ്മിണീനെ കണ്ട് പഠിച്ചതാട്ടോ. കത്തെഴുത്തും ഭക്ഷണവും അതാ എൻ്റെ ലവ് ലാംഗ്വേജ്. കത്ത് എത്ര വേണേലും എഴുതാം. പക്ഷെ ഫുഡ് അതങ്ങനെ ഒരുപാടായിട്ടൊന്നും ഇല്ല. പരിപ്പാണ് നമ്മുടെ മെയിന്. എന്നും ഒരേ കറിയാന്ന് ചിലരൊക്കെ മക്കാറാക്കാറുണ്ട്. അതെങ്ങനെ ഒരേ കറി? തിങ്കളാഴ്ച പരിപ്പും തക്കാളിയും, ചൊവ്വാഴ്ച പരിപ്പും കായും, അതിൻ്റെ പിറ്റേന്ന് പരിപ്പും ചേനയും, പിന്നെ പരിപ്പും വെള്ളരിയും, പിന്നെ പരിപ്പും മത്തനും. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. എൻ്റെ ഈ സാരി എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അതൊന്നും മയത്തി പറഞ്ഞൂടെ? ഇങ്ങനൊരു മൊരടൻ. നിനക്കിത് എവിടെ കിട്ടിയ ഭംഗിയില്ലാത്ത സാരി? ചെന്ന് മാറി. ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മാത്രം മതി. മമ്മൂട്ടി, പത്തേമാരിയിലെ നാരായണട്ടന്റെ ഭാര്യ ചോദിച്ച പോലെ അഴിച്ചിട്ടൊരു ഷർട്ട് കിട്ടുമോ? ഗാന്ധിജീന്റെ മെതിയടി ബഷീറിന്റെ കണ്ണട എന്നൊക്കെ പറയും പോലെ സൂക്ഷിച്ചു വെക്കാലോ. പ്ലെയിന് വേണ്ട, കള്ളിക്കളി മതി. പറ്റിയ ഒരു വാച്ചും കൊണ്ടുവരണ്ട, ആളെ വിട്ടോളാ. അതെ, ഒരു പൂന്തോട്ടം മുഴുവനുള്ള ഷർട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു കാര്യം പറയട്ടെ, ചില സമയത്ത് ലോകം മുഴുവനും കൂടെ ഉണ്ടായാലും നമ്മൾ ഒറ്റയ്ക്കാന്നൊക്കെ തോന്നും. നിങ്ങൾക്ക് ആരുമില്ലാന്ന് എപ്പോഴേലും തോന്നിയാ വേറെ എവിടെയും പോകാണ്ട് ഇങ്ങോട്ട് തന്നെ വരണേ. ഞാൻ നല്ല എരിയുള്ള കോഴിക്കറി ഉണ്ടാക്കി തരാം. പിന്നെ നല്ല കൃഷ്ണൻ കപ്പ മഞ്ഞളിട്ട് പുഴുങ്ങി തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ ചതച്ചിട്ട് വാഴയിലയിൽ വിളമ്പിത്തരാം. എന്നിട്ട് അതിൻ്റെ മേലെ നല്ല മത്തി നെല്ലിക്കയും കുരുമുളകിട്ട് വറ്റിച്ചതും ഒഴിച്ച് ഒരു പപ്പടം മേലെ വെച്ച് ടപ്പെന്നൊരു അടിയും കൊടുത്ത് മടമടാന്ന് അങ്ങോട്ട് തിന്നുക. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് പുഴയിൽ പോയി കുളിക്കാം. പഴയനൂരമ്മയ്ക്ക് വളർത്താൻ കോഴീനെ കൊണ്ടുപോയി കൊടുക്കാം. പുറം നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് പ്രാർത്ഥിച്ചാ എന്തു പ്രാർത്ഥനയും കേൾക്കുന്ന ദേവിയാ. ഒരു ദിവസം മമ്മൂട്ടിയാന്നും വലിയ സിനിമാ നടനാന്നൊക്കെ മറന്ന് നമുക്ക് അമ്മായിമാരുടെ ആ പഴയ അയമായിട്ടൊന്ന് ജീവിച്ചു നോക്കാം. ഇവിടെ വന്നാ വലിയ ആളാന്ന് വിചാരിച്ചൊന്നും പെരുമാറില്ല കേട്ടോ. ഞാൻ തേങ്ങ ചെരുകാനും വെളുത്തുള്ളിന്റെ തോല് പൊളിക്കാനൊക്കെ പറയും. പിന്നെ നമുക്ക് ഈ നിലത്തൂടെ ചെരുപ്പിടാണ്ട് നടക്കാം. ഇക്കാച്ചിന്റെ കടയിൽ പോയി പഴയ റേഡിയോന്ന് പാട്ട് കേൾക്കാം. പിന്നെ ഗോപുമുത്തശ്ശന്റെ പട്ടാള കഥകൾ കോപ്പി അടിച്ച് എഴുതുന്നതിനെ പറ്റി ചർച്ച ചെയ്യാം. കോട്ടരുമേനെ തുരത്തുന്നതിനുള്ള വഴി കണ്ടുപിടിക്കാം. പിന്നെ വേണേ കള്ളുഷാപ്പിൽ പോയി വയറു നിറയെ കള്ളു മോന്തി ഷാപ്പാടടിച്ച് പല്ലാവൂർ ദേവനാരായണത്തെ പാട്ടുപാടാ. വരുവോ? വന്നാലും വന്നില്ലേലും ഞാൻ നോക്കിയേക്കും. കാത്തിരിക്കാൻ ഒരാളെങ്കിലും ഇല്ലെങ്കിൽ ജീവിതത്തിന് പിന്നെ എന്താ രസം? നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഓടിപ്പോയി കടുകും പാത്രത്തിൽ നിന്ന് 100-100 റുപ്യ എടുത്തിട്ട് ബസ്സിന് തരൂ കേട്ടോ. നിന്റെ ജില്ല എന്നെ വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ നാറ്റിക്കരുത്. ദാ വെച്ചോന്നും പറഞ്ഞ് കയ്യിൽ പൈസ ചുരുട്ടി കൊടുക്കുന്നതൊക്കെ ഒരു കരുതലാ. അല്ല, എന്നെ കാണാൻ വരുമ്പോൾ എനിക്കെന്താ കൊണ്ടുവരിക? ഒരു പാക്കറ്റ് നബാട്ടി അല്ലേ? വേണ്ട. എഴുത്തുകാരിക്ക് എന്താ സാധാരണ സമ്മാനം കൊടുക്കുക? പെണ്ണും പുസ്തകവും. നിങ്ങളൊരു ആത്മകഥ എഴുതിയിട്ടില്ലേ? അത് മതി. വേണേ ഇനിയൊരു പുസ്തകമൊക്കെ എഴുതാട്ടോ. ഉറപ്പായിട്ടും. ഹാവൂ, ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമെല്ലാം കേട്ടല്ലോ. എഴുതാൻ മടിയാണെ വോയിസ് ഇട്ടാ മതി. ഞാൻ എഴുതി പുസ്തകമാക്കി തരാം.
ഞാനാണേ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ നമ്മൾ എന്ത് പേരിടും? എൻ്റെ ഉപ്പൂപ്പാക്ക് ഞാനുണ്ടായിരുന്നു പോലത്തെ ഒരു നല്ല പേര് വേണം. മമ്മൂട്ടി, എനിക്ക് നിങ്ങളുടെ അമ്മേനെ കാണാൻ തോന്നുന്നു. നിങ്ങൾ കിടന്ന പള്ളയിൽ ഉമ്മ കൊടുക്കാനും കാറ്റൂതി വീർപ്പിച്ച് ഒച്ച ഉണ്ടാക്കാനും. അയ്മൂന് ചെറുപ്പത്തിൽ കുരുത്തക്കേടുണ്ടായിനോ? ആദ്യത്തെ പല്ലെപ്പം മുളച്ചു? സ്കൂളിൽ പോകാൻ മടിയുണ്ടായിരുന്നോ? നിങ്ങൾ പണ്ട് അയ്മൂനെ അടിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നു. ചെറുപ്പത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു മമ്മൂട്ടി? എത്ര പ്രാവശ്യം വീണു മുട്ടുകൂട്ടി? ഭയങ്കര കുരുത്തക്കേടുണ്ടായിരുന്നോ? അമ്മോട് കുറേ അടി കിട്ടിയോ? മമ്മൂട്ടി, ഇങ്ങനെ ഒരാള് നിങ്ങളെ പ്രേമിക്കുന്ന എപ്പോഴും വിചാരിച്ചിരുന്നോ? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ. ഇത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്. ഹൈ, ഞാൻ പറഞ്ഞില്ലേ, പോയി ആദ്യത്തെ എപ്പിസോഡൊന്ന് കണ്ടുനോക്കി. ഒറ്റയ്ക്കൊരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെയാന്ന് തോന്നൂല്ലേ? അതുപോലെ തന്നെയാ മമ്മൂട്ടിയും. എൻ്റെ മനുഷ്യ, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ പോലും എനിക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. എനിക്കത് മാത്രം മതി. ഇൻഫാക്റ്റ് എനിക്കത് എന്നും വേണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെൻ്റെ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല. അല്ലെങ്കിലും ഒരു ഉരുമ്പട്ടോളം നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? എന്നാലും ഞാൻ ഈ സ്നേഹം എന്നും കരുതി വെക്കും. മമ്മൂട്ടിക്കൊരു കാര്യം അറിയോ? ശരിക്കും നിങ്ങൾ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചേ. അത് മനസ്സിലാവണേ, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും പറയേണ്ടി വരും. യു ആർ ജസ്റ്റ് ലൈക്ക് എ മാജിക് മമ്മൂട്ടി. വേണേ വിശ്വസിച്ചാൽ മതി. പിറന്നാൾ പ്രമാണിച്ച് പുകഴ്ത്തി പറയുന്നവർക്ക് 100 രൂപ വെച്ചൊന്നും കൊടുക്കണില്ലല്ലോ. നാളെ ഞാൻ നെയ്പായസം വെക്കുന്നുണ്ട് കേട്ടോ. വന്നാൽ ഇത്തിരി കഴിച്ചിട്ട് പോവാം. വന്നാൽ ഞാനിപ്പോൾ എന്ത് പിറന്നാൾ സമ്മാനാ തരിക? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, കിട്ടി. മമ്മൂട്ടി, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നാൽ അത് ഉറപ്പായിട്ടൊരു നിസ്കാരപ്പായായിരിക്കും. വേറൊന്നും തന്ന അയ്മൂനെ അത്ഭുതപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. അയ്യോ, ഒരു കാര്യം മറന്നു. എൻ്റെ അമ്മായിയമ്മ നല്ലോണം മത്തങ്ങ അരിശ്ശേരി ഉണ്ടാക്കും. ഇത്രയും നീണ്ട കത്ത് എഴുതിയിട്ടും നീ എൻ്റെ മത്തങ്ങ അരിശ്ശേരിനെ പുകഴ്ത്തി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടിന്ന് അമ്മായിയമ്മ ചോദിച്ചാ എനിക്കതൊരു ക്ഷീണല്ലേ? എന്താ മമ്മൂട്ടി ആലോചിക്കുന്നേ? എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ എത്ര കാശാ ഞാൻ തരേണ്ടത്? ഓ, ഇതപ്പോ വലിയ ആലോചന. എനിക്കൊന്നും വേണ്ട. ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ സ്നേഹിച്ചോളുണ്ട്. അല്ലടിക്ക് നിങ്ങൾ 5 ഏക്കർ സ്ഥലം പോരേടോ ഒന്നും എഴുതരണ്ട. എന്നാലും എങ്ങനെ പറയാൻ തോന്നി? ഞാൻ നീ എഴുതൂല്ല എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പൊ ഹാപ്പി മമ്മൂട്ടി ജയന്തി. എത്ര വേണ്ടാന്ന് വെച്ചാലും തീരാത്ത മമ്മൂട്ടി പ്രേമത്തോടെ ഞാൻ.